Hi guys, welcome to Gobustan. ലാദാ നീവ എന്ന് പറഞ്ഞ റഷ്യൻ കാറാണ് കേട്ടോ. 4x4 ആണ്. വേറെ ഫുള്ളായിട്ട് കഴിച്ചുകൊണ്ട് വരാത്ത നല്ലതായി. അല്ലെങ്കിൽ ഇപ്പൊ വാള് വെച്ച് തന്നെ വെളുക്കുമെന്നറിയില്ല. കൊല്ലം Vishnu from India. No, Kerala. Malayalam, I know. I'm from Kerala. Adipoli. Okay, Adipoli. ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ 5th ഡേ ഇൻ അസർബൈജാൻ ആണ്. നമ്മളിത് ഇപ്പോൾ രാവിലെ അല്ല 12 മണിയായി. ഇന്നിപ്പോൾ പോകാൻ പോകുന്നത് ഗോബുസ്ഥാൻ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഖോബുസ്ഥാൻ വിത്ത് ക്യൂ, സ്റ്റാർട്ടിങ് വിത്ത് ക്യൂ. ഖോബുസ്ഥാൻ എന്ന സ്ഥലത്തോട്ടാണ്. ഇതൊരു ഭയങ്കര ഫാസിനേറ്റിംഗ് ആയിട്ടുള്ള ഒരു ഭയങ്കര കിടില ഒരു ജോഗ്രഫിക്കൽ ഏരിയ ആണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ 4000 മുതൽ 40,000 വർഷങ്ങൾ പഴക്കമുള്ള ഏൻഷ്യൻ റോക്ക് കാർവിങ്സും പിന്നെ അതേപോലെ തന്നെ 400-ൽ പരം മഡ് വോൾക്കാനോസും ഉള്ള ഒരു ഏരിയ ആണ്. അപ്പോൾ ഇന്നിപ്പോൾ ബാക്കുന്ന് നമ്മൾ ഗോബുസ്ഥാനായിട്ട് പോകണം. ഇവിടെ നിന്ന് ഒരു 1 hour ഡ്രൈവാണ് ഉള്ളത്. ഇന്നിപ്പോൾ കുറച്ച് സണ്ണിയാണ്. അവിടെ സണ്ണി ആയിരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഒരു ഹൈ റേഞ്ചോ അങ്ങനത്തെ ഏരിയ ഒന്നുമില്ല. കുറച്ചൊരു ഡ്രൈ ഏരിയയിലായിട്ടാണ് ഈ സംഭവം ഇരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് അവിടെ പോയിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം. എന്തായാലും ഇന്നിപ്പോൾ അടിപൊളി സ്ഥലമായിരിക്കും കേട്ടോ. ഇതിപ്പോൾ നമ്മളിപ്പോൾ വോൾക്കാനോ ഒക്കെ ഞാൻ ടി വിയിലൊക്കെ ഞാൻ കണ്ടിട്ടുള്ളൂ. ഇതിപ്പോൾ നേരിട്ടൊരു ആക്റ്റീവ് വോൾക്കാനോ ഇന്നിപ്പോൾ കാണാൻ പോവാണ്. ഞാൻ കുറെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ മഡ് വോൾക്കാനോ ആണ്. മഡ് ഇങ്ങനെ വോൾക്കാനോ പോലെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതിൽ ആൾക്കാർ കുളിക്കുന്നൊക്കെ ഉണ്ട്. അതിനകത്ത് ഇറങ്ങി നിൽക്കുന്നത് ഭയങ്കര ഒരുപാട് സ്കിന്നിനൊക്കെ ഒരുപാട് നല്ല ഹെൽത്തി ആയിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ ഉള്ള സംഭവം എന്നാണ് പറയുന്നത്. വൺസ് അഗെയിൻ വെൽക്കം ടു എ ന്യൂ വ്ളോഗ്. ശ്വേത നമ്മുടെ കാറിൽ തമിഴ് പാട്ട് ഇടാൻ പോവാണ് ഫോണിൽ. എന്നിട്ട് പുള്ളിയെടുത്ത് ചോദിക്കാം എങ്ങനെ ഉണ്ടെന്ന് റിവ്യൂ ചോദിക്കാം. തമിഴ് സോങ് I will play Tamil song. You hear, tell how. Okay? Yeah. പുള്ളിക്ക് എന്താണ് ഓക്കെ, നോ പ്രോബ്ലം. പുള്ളിക്ക് അറബിക്കുത്ത് സോങ് വിജയുടെ ബീസ്റ്റില് അതിടാം. പുള്ളി എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ. പുള്ളിക്ക് അത് എൻജോയ് ചെയ്യുന്നതാണോ? ഇവിടെ ഒരു സ്ഥലത്ത് വന്ന് നിന്നിട്ട് ഇവിടെ നിന്ന് പുള്ളിയുടെ കാർ ഇതുവഴി പോവുള്ളൂ. അവിടെ നമ്മൾ വേറൊരു കാറിലാണ് അങ്ങോട്ട് പോകുന്നത്. ഗോബുസ്ഥാൻ്റെ ആ പ്ലേസിലോട്ട്, ആ സ്പോട്ടിലോട്ട് നമ്മളിത് ഒരു പഴയ കാറിൽ ആണ് പോകുന്നത്. പുള്ളിക്കാരാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. ഹായ്. India? Yeah, India. Kerala, Mumbai. Yeah, Kerala. I'm from Kerala. Yeah. Kerala, very good. You know Kerala? Oh, yeah. Kerala, How? very nice. Kerala, Yeah. good. Have you been to Kerala? Oh, good. Kerala. Yeah, okay. പുള്ളി കേരളത്തിൽ വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത് കേട്ടോ. Kerala, very good. Kerala, very good. Yeah, okay. Fine. Okay, ഇതൊരു മഡ് റോഡാണ് കേട്ടോ. അതാണ് ആ വണ്ടി പോലെന്ന് പറഞ്ഞത്. ഇത് ഫുള്ള് കുണ്ടും കുഴിയും നിറഞ്ഞ ഒരു വഴിയാണ്. ഇത് മറ്റേ കാർ എന്തായാലും പോകില്ല. പുള്ളി ഇവിടുത്തെ എക്സ്പേർട്ടാന്ന് തോന്നുന്നു. നല്ല കുലുക്കുണ്ട്. ഈ വണ്ടിയൊക്കെ ഓടിച്ചോടാനുള്ള സമ്മതിക്കണം കേട്ടോ. ഫോണൊഴിച്ച് ബാക്കി എല്ലാത്തിനും നല്ല ശബ്ദമുണ്ട്. പുളി ഇത് ഇവര് ചോദിച്ചത് 2 പേർ കൂടെ 80 വന്നിട്ടാണ്. അവിടെ വരെ പോയിട്ട് തിരിച്ചു വന്ന് ഇത് അവരുടെ വേറെ സ്ഥലത്തോട്ട് കൊണ്ടുപോകുമെന്ന് തോന്നുന്നു. 80 മന്നത്ത്. ഇവിടുന്ന് എത്ര ദൂരം, എനിക്കൊന്ന് 3-4 കിലോമീറ്റർ ഉണ്ടെന്ന് തോന്നുന്നു. ആ സ്ഥലത്ത് തന്നെ നമ്മുടെ മെയിൻ ഈ ഗോബുസ്ഥാൻ്റെ ആ മെയിൻ സ്പോട്ടിലുണ്ട്. പോകുന്ന വഴിയൊക്കെ ഫുള്ള് ഇതേപോലുള്ള ഫുൾ ഡ്രൈ ഏരിയസാണ്. ചതുപ്പ്, അതിൻ്റെ അപ്പുറം മല, കല്ല്, ഇതൊക്കെ. അത്യാവശ്യം സ്പീഡിലാണ് കേട്ടോ പോകുന്നത്. പുള്ളി നല്ല പറപ്പിക്കില്ല ഈ റോഡിൽ കൂടെ. ഏത് വണ്ടിയാണോ ഇത്? പഴയ വണ്ടിയാണ്. Which car is this? Ford? Russian car. Russian car. Lada Niva, 4x4. Oh, 4x4. Okay, yes, okay. Car model 1978. 1978. Car name? Lada Niva. ലാദാ നീവ എന്ന് പറഞ്ഞ റഷ്യൻ കാറാണ് കേട്ടോ. 4x4 ആണ്. 1978 എന്തോ ആണ് ഇത് മേടിച്ചെന്നൊക്കെ പറയുന്നത് പുള്ളി. നല്ല പഴക്കമുണ്ടല്ലോ. മുമ്പോ അത് പുള്ളി.
ശരിക്കും റോഡിൽ കൂടെ പോകുമ്പോൾ കാണുന്ന റൈറ്റ് സൈഡിൽ കാണുന്ന ആ വലിയ മലകളൊക്കെ ഇല്ലേ, അതൊക്കെയാണ് അതിന്റെ ഭാഗമാണെന്ന് തോന്നുന്നു. ഇവിടെ നല്ല അത്യാവശ്യം ചൂടുണ്ട് കേട്ടോ. ഒരു കാർ വരുന്നത്. ഈ അസർബൈജാനിയാണോ പറയുന്നത് എനിക്ക് തോന്നുന്നുണ്ട്. വേറെ ഏതോ ലാംഗ്വേജ് ആണ്. പുള്ളി കണ്ടാൽ തന്നെ ഒരു ട്രാവലർ ലുക്കോട്ട് കേട്ടോ. ഇങ്ങനത്തെ ഒരു ട്രാവൽ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ. ഇങ്ങനത്തെ ഒരു ടെറൈനിൽ കൂടി 4x4 ഫുള്ള് ഫുഡും പണിയൊക്കെ ആയിട്ട് ഉള്ള നല്ല എക്സ്പീരിയൻസാണ്. നല്ല ചൂടുണ്ട് കേട്ടോ. കാത്തിരുന്നപ്പോൾ തന്നെ നല്ല ചൂടടിക്കുന്നുണ്ട്. எப்படி இருக்கு பிபி எக்ஸ்பீரியன்ஸ்? ഇതാണ് റൈഡ്, ഇതാണ് അഡ്വഞ്ചറസ് റൈഡ്. കറക്റ്റ് ഇത് അത്യാവശ്യം നല്ല കയറ്റമാണ്. ഫുൾ പുളിക്കാം ഒന്നും പറയില്ല. വയറിറച്ച് വയറ് ഫുള്ളായിട്ട് കഴിച്ചുകൊണ്ട് വരാത്ത നല്ലതായി. അല്ലെങ്കിൽ ഇപ്പോൾ വാള് വെച്ച് തന്നെ ബാക്കിൽ ഇരുന്ന് ഹിന്ദി പാട്ട് കേൾക്കണേ. അത് പെട്രോളിൻ്റെയും ഇതൊക്കെ മണമുണ്ട് കേട്ടോ. ഓയിലിൻ്റെ നല്ല മണം വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ എത്തിയിരിക്കുകയാണ് ഗായ്സ്. ഓക്കെ ഓക്കെ, ഇത് തന്നെയാണ് സംഭവം. പുള്ളി ഇതുവരെ കയറ്റുമെന്ന് തോന്നുന്നു കേട്ടോ. എൻ്റെ അമ്മച്ചി അത് പൊളി. നൈസ് നൈസ്. ഓക്കെ. ഓ അവിടെ കാസ്പിയൻ സീ. ഓക്കെ, അവിടെ നമുക്ക് ഇവിടെ നോക്കി കാസ്പിയൻ സീ കാണാം കേട്ടോ. ഓക്കെ, ഇതാണ് ആ മഡ് വോൾക്കാനോ. ഓ ഇതിൽ ഇവിടെ ഇത്രയും ഭാഗമാണ്, ഇത്രയും ഭാഗമാണ് മഡ് വോൾക്കാനോ. ബാക്കിയെല്ലാം ഇങ്ങനെ ഒഴുകുന്ന വോൾക്കാനോ ഇല്ല. ഇവിടെ കുറച്ചൊക്കെ ഒഴുകി ഇങ്ങനെ ഉണങ്ങിയിരിപ്പുണ്ട്. ഓക്കെ യെസ്. ഓക്കെ, നമുക്ക് ഇറങ്ങാം. ശരിക്കും പറഞ്ഞാൽ ഈ സ്ഥലം എനിക്ക് കാണുമ്പോഴത്തേക്ക് ഏതോ അന്യഗ്രഹത്തിൽ എത്തിയ പോലെയാണ് തോന്നുന്നത്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് 350-ലേറെ ഉള്ള ആക്റ്റീവ് മഡ് വോൾക്കാനോസ് ആണ്. ലോകത്തിലെ തന്നെ 700 മുതൽ 1000 മഡ് വോൾക്കാനോസിൽ 350 സ്ഥിതി ചെയ്യുന്നത് ഈ ഗോപുസനിലാണ്. അതായത് ഏറ്റവും അധികം മഡ് വോൾക്കാനോസ് ഉള്ളത് ഇവിടെ തന്നെയാണ്. നമ്മൾ സാധാരണ കാണുന്ന വോൾക്കാനോസ് പോലെ ഇത് ലാവ അല്ല പുറത്ത് തള്ളുന്നത്, പകരം മഡും വാട്ടറുമാണ് ഇത് പുറത്തേക്ക് തള്ളുന്നത്. ഈ പുറത്തേക്ക് വരുന്ന മഡ് ഹീലിംഗ് പ്രോപ്പർട്ടീസൊക്കെ ഉള്ളതായിട്ടാണ് ഇവർ പറയുന്നത്. അത് മാത്രമല്ല, ഇത് നാച്ചുറൽ സ്പാ ആയിട്ടൊക്കെ ഇവിടെ വരുന്ന ആൾക്കാർ ഉപയോഗിക്കാറുണ്ട്. ഈ മഡ് വോൾക്കാനോ ഉണ്ടാകുന്നത് എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഭൂമിക്കടിയിലെ നാച്ചുറൽ ഗ്യാസസ് ചെറിയ ചെറിയ സുഷിരങ്ങൾ വഴി ഡീപ്പ് അണ്ടർഗ്രൗണ്ടിലെ സോഫ്റ്റ് ക്ലെയിനെയും അതേപോലെ വെള്ളത്തിനെയൊക്കെ പുറത്ത് കൊണ്ടുവരുന്നതാണ് ഈ മഡ് വോൾക്കാനായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇവിടെ നമുക്ക് കാണാം ഈ മഡ് ബബിൾസ് ആയിട്ട് വന്ന് പൊട്ടുന്നതും അതേപോലെ തന്നെ ഒരു ഗ്യാസ് സ്മെല്ലും നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും പുറകിലായിട്ട് തന്നെ കാസ്പിയൻ സീയും നമുക്കിവിടെ കാണാൻ പറ്റും. ഇവിടുത്തെ ഒരു ലോക്കൽ ലെജൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മഡിന് ഒരുപാട് മിസ്റ്റിക്കൽ പവേഴ്സൊക്കെ ഉണ്ടെന്നാണ് ഇവിടുത്തെ പറയുന്നത്, ചില ആൾക്കാരൊക്കെ വിശ്വസിക്കുന്നത്. പക്ഷെ സയൻറ്റിഫിക്കലി പ്രൂവൻ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് ഇതിൽ നിന്ന് വരുന്ന ഗ്യാസ് കൂടുതലും മീത്തൈൻ എന്നാണ് പറയുന്നത്. കൂടുതലും മീത്തൈൻ ഗ്യാസാണ് ഈ സുഷിരങ്ങൾ വഴി അല്ലെങ്കിൽ ഈ മഡ് വോൾക്കാനോസിൻ്റെ ആ ഹോള് വഴി പുറത്തേക്ക് വരുന്നത്. എന്തായാലും ഇത് ശരിക്കും ഒരു നാച്ചുറൽ വണ്ടർ തന്നെയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇത് ഇങ്ങനത്തെ ലൈവായിട്ട് ആക്റ്റീവായിട്ട് ബബിളൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന മഡ് വോൾക്കാനോസ് ഒക്കെ കാണാൻ പറ്റുന്നത്. ശരിക്കും പറഞ്ഞാൽ ലാവ പോലെ അല്ല ഇത്. നമുക്കിവിടെ നിൽക്കുമ്പോൾ ഭയങ്കര ചൂടൊന്നും അനുഭവപ്പെടുന്നില്ല. സ്റ്റിൽ ഇതൊരു വണ്ടറായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഈ സ്ഥലം ഫുള്ള് നമ്മൾ വേറെ ഏതോ അന്യഗ്രഹത്തിലേക്ക് നിൽക്കുന്ന ഒരു ഫീലാണ് നമുക്ക് കിട്ടുന്നത്. അതിൽ ഞാനിതൊരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആയിട്ട് പറയും. കാരണം ഞാൻ ഈ അസർബൈജാനിൽ വന്നിട്ട് ഇത്രയും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സംഭവം മുമ്പ് കണ്ടില്ല. നമ്മൾ ഇപ്പോൾ വേറെ അടുത്തുള്ള ടെറൈനിലൊക്കെ പോകുന്ന പോലെ അല്ല ഇത്. ഒരു വോൾക്കാനോ, അതും തിളച്ചുകൊണ്ടിരിക്കുന്ന ആക്റ്റീവ് വോൾക്കാനോ ഒക്കെ ഞാൻ ലൈഫിൽ നമ്മുടെ ഇന്ത്യയിലൊന്നും നമ്മൾ കാണാത്തൊരു സംഭവമാണ്. പുള്ളി പറയുന്നത് ഫേസ് മാസ്ക് ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ ഭയങ്കര ഹെൽത്തി ആണെന്നാണ് പറയുന്നത്.
ഓക്കെ ബോട്ടിൽ എടുത്തിട്ട് പോകാൻ ചാൻസ് കുറച്ച് കട്ടിയായിട്ട് നമ്മുടെ മുൾട്ടാൻ ഇതിന്റെയൊക്കെ ഒരു ടെക്സ്ചറാണ് ആ ഒരു തിക്നെസ്സിലാണുള്ളത്. ഓയിലിന്റെ ഒക്കെ മുമ്പെന്ന് എനിക്ക് തോന്നുന്നു. ഭയങ്കര കാറ്റാ കേട്ടോ. ഇവിടെ നമ്മള് പറഞ്ഞ വഴിക്കുള്ള ചൂടൊന്നും ഇവിടെ ഇല്ല ആക്ച്വലി. ഇവിടെ ഭയങ്കര നല്ല കാറ്റാണ്. ശ്വേത എടുത്ത് ഒത്തു തയ്ക്കാൻ പോകുന്നാണ് പറയുന്നത്. ஆக்சுவலி சூடா இருக்கும்னு நினைச்சா ரொம்ப சில்லுன்னு இருக்கு. கையில டச் பண்ணியா நீ? ഓ ഇത് ആക്ച്വലി നല്ല തണുപ്പാ. ഇത് നല്ല തണുപ്പാണ്. ഞാൻ ഭയങ്കര ചൂടായിരിക്കും വെച്ചപ്പോ ചെറിയൊരു ഓയിൽ ആ ശ്വേത മുഖത്ത് വെച്ച് വെളുക്കുമെന്ന് അറിയില്ല. കണ്ണാടി എട്. നല്ല ആ മുടിയിലും കൂടെ ഇട്ട് മുടി നിങ്ങൾക്ക് മസ്റ്റ് വിസിറ്റ് ആയിട്ടുള്ള സംഭവമാണ്. നമ്മൾ കുറച്ച് ട്രാവൽ ചെയ്യാനുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ ഇത് ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. ഇവിടെയാണ് നമ്മളെ കൊണ്ടുവന്നത്. ആസിഫ് തണുത്ത കാറ്റ് ഈ കാലത്ത് സണ്ണി ആണെങ്കിലും ചൂടില്ല. ഇവിടെ ഭയങ്കര തണുത്ത കാറ്റ്. போடாம போட்டுட்டு പണി കിട്ടും. മുടിയിൽ മൺവൽക്കാനായിട്ടുണ്ട്. വെള്ളം വെച്ച് കേട്ടാ എക്സ്പീരിയൻസ് ചെയ്യട്ടെ. ഓക്കെ ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് അവിടെ വലിയ ഒരു വോൾക്കാനമുണ്ട്. നമ്മൾ അടുത്ത സ്പോട്ടിലോട്ട് പോവാണ്. അടുത്ത ഒരു സെറ്റ് ഓഫ് മഡ് വോൾക്കാനോ ഉള്ള ഒരു സ്ഥലമാണ്. അവിടെ കുറെ ആൾക്കാർ ഇങ്ങനെ നിൽപ്പുണ്ട്. അത് കുറച്ചുകൂടി വലുതാണ് കേട്ടോ. ഭയങ്കര വലിയ വോൾക്കാനാണ്. എനിക്ക് തോന്നുന്നു അവിടെയാണെന്ന് തോന്നുന്നു ഈ വീഡിയോസിലൊക്കെ ആൾക്കാർ വന്ന് ഡിപ്പ് ചെയ്തിട്ട് പോകുന്നത്. അവിടെ ആയിരിക്കാൻ സാധ്യതയുണ്ട്. നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. രണ്ടും അടുത്തടുത്ത് തന്നെയാണ്. അവിടെ നിന്ന് നമ്മളെ പുള്ളിക്കാരൻ്റെ അങ്ങോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. ഇവിടെ ഫുള്ള് ഫേസ് ബാക്ക് ഇട്ടുകൊണ്ടിരിക്കുക ഇവിടുത്തെ മഡ് വോൾക്കാനോയില്. ആൾക്കാരൊക്കെ ഇറങ്ങുന്നുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ആക്ച്വലി ഡിപ്പ് ചെയ്യാൻ പറ്റും. ഇതാട്ടോ അതിന്റെ പീക്ക്. ഇത് ലാസ്റ്റ് ഇതാ. ഇവിടെ നമുക്ക് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഫുൾ കാസ്പിയൻ സീ കാണാൻ പറ്റും. ഇതിന്റെ മുകളിൽ ആണ് ശരിക്കും ഇവിടുത്തെ ഏറ്റവും വലിയ വോൾക്കാനോ വരുന്നത് ഇതിന്റെ മുകളിലോട്ട്. ഇവിടെ വരുന്ന സമയത്ത് ഷൂസ് ഒക്കെ ഇട്ടുകൊണ്ട് വരാൻ ശ്രദ്ധിക്കുക. കാരണം ഇവിടെ ഇതിലാണ് ആൾക്കാർ ഡിപ്പ് ചെയ്യുന്നത്. ഇത് കണ്ടോ, സെഞ്ചുറികളായിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്ന മഡ് വോൾക്കാനോസ് ആണ് ഇവിടെ ഉള്ളത്. Hello. Hi. Where are you from? From Polonia. Oh, Bologna. Nice. Bologna. Yeah. What's your name? Krzysztof Rutkowski. Oh, nice. Krzysztof Yeah. Rutkowski Patro. Сегодня нет. Завтра будем. Good. ഇത് ശരിക്കും എക്സ്പീരിയൻസ് ചെയ്യേണ്ട. ഇവിടെ വന്നു കഴിഞ്ഞാല് ബാക്കി ഒന്നും എക്സ്പീരിയൻസ് ചെയ്തില്ലെങ്കിലും ഇത് വന്ന് കാണണം എന്ന് ഞാൻ പറയും. കാരണം അത്ര അടിപൊളിയായിട്ടുള്ള ഒരു സ്ഥലമാണ്. കാരണം നമുക്ക് ഇങ്ങനത്തെ ഒരു ജോഗ്രഫി ഒന്നും നമുക്ക് വേറെ അടുത്തും കാണാൻ പറ്റില്ല. ചില സ്ഥലത്തൊക്കെ കാണാൻ പറ്റും. ആക്റ്റീവ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആക്റ്റീവ് മഡ് വോൾക്കാനോസ് ഉള്ള സ്ഥലമാണ് അസർബൈജാൻ. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ മഡ് വോൾക്കാനോസ് ഉള്ളതാണ് ഖുർസാൻ. അവിടെയാണ് നമ്മളിന്ന് വന്നേക്കുന്നത്. ഇതൊരു എക്സ്പീരിയൻസ് ചെയ്തില്ലെങ്കിൽ പിന്നെ നമുക്ക് പോകാൻ പറ്റില്ല. അസർബൈജാനിൽ വന്നിട്ട് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ അതൊരു വലിയ നഷ്ടമായിരിക്കും. Active mud volcano. Hello. Vishnu from India. ഭയങ്കര എക്സ്പീരിയൻസ്. എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? I love it.
Actually, entry charge இருக்குது, but it's okay. It's worth it. എൻട്രി ചാർജ് ഉണ്ട് ആക്ച്വലി ഒരു 80 ഐ തിങ്ക് ഇറ്റ്സ് ടോട്ടലി വർത്ത് ഇറ്റ് ബിക്കോസ് ഇതൊക്കെ ഭയങ്കര റയർ ആയിട്ടുള്ള ഒരു കാഴ്ചയാണല്ലോ, നമുക്ക് എല്ലായിടത്തും കാണാൻ പറ്റുന്ന കാഴ്ചയല്ലേ, അതുകൊണ്ട് ഐ തിങ്ക് ഇറ്റ്സ് ടോട്ടലി വർത്ത് ഇറ്റ്. പിന്നെ എല്ലാവരും മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യുക, ഇത് വരുവാണെങ്കിൽ ഇത് കാണാൻ പൊളി പൊളി. അങ്ങനെ നമ്മൾ പതുക്കെ അവിടെ നിന്ന് ഇറങ്ങിയേ, നമ്മളിപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ തിരിച്ചു പോകണം. ഇനി കുറേ കാര്യങ്ങൾ കാണാനുണ്ട് ഇവിടെ. വൺ ഹെൽ ഓഫ് ആൻ എക്സ്പീരിയൻസ്. ദിസ് ഈസ് മസ്റ്റ് വിസിറ്റ് പ്ലേസ് ഇൻ അസർബൈജാൻ. എനിക്ക് ഞാൻ ഇതുവരെ ഇവിടെ കണ്ടതിൽ വെച്ചിട്ട് ഭയങ്കര ഫാസിനേറ്റിംഗ്, ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു കാഴ്ചയായിരുന്നു ഞാൻ ഇന്നിവിടെ കണ്ടത്. ഓ മൈ ഗോഡ്, ദിസ് ഈസ് ടു ഗുഡ് മാൻ. അല്ലേ, സൂപ്പറായിരുന്നു അല്ലേ? ഇത് ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോൾ വിചാരിച്ചത് പോലെയല്ല കേട്ടോ. ഇവിടെ ഈ പറഞ്ഞ പോലെ നമുക്ക് ഇവിടെ കുറച്ച് നേരം ഇവിടെ നിൽക്കാൻ തോന്നും, അത്ര ഭയങ്കര ബ്രീസിയും നല്ല കാറ്റും. വെയിലൊന്നുമില്ല, അതൊക്കെ നിങ്ങൾ ജസ്റ്റ് നോക്കിക്കൊക്കെ, ഇത് ഫുള്ള് കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര വെയിലായിട്ടല്ലേ തോന്നിയത്. എന്നിട്ട് എന്തേലും വെയിൽ തോന്നിക്കോ അവിടെ? എന്തേലും വെയിൽ, ചൂട് എന്തേലും ഉണ്ടായിരുന്നോ? നമ്മൾ തിരിച്ചു പോവാണ്, വന്ന വഴിയാണ്, തിരിച്ച് കയറ്റം പോലെയല്ല ഇറക്കം കുറച്ച് കടലം തന്നെ. അയ്യപ്പാ അമ്മേ, കാര്യമില്ല. നമ്മളിവിടെ ഒരു ചായ കുടിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഓക്കെ, യു നോ കേരള? ഓക്കെ, Welcome to Azerbaijan. താങ്ക് യു സോ മച്ച്. നൈസ് അസർബൈജാൻ, നൈസ് പ്ലേസ്. Stilis Samandar. Samandar, okay, nice place. Stilis Samandar. Okay, Stilis. Stilis. Samandar. Okay. Comedy. Yeah. Good. Yeah, thank you. Yeah, Kerala. Yeah, okay. Achabale is in Bangalore, I think. No, Kerala. Malayalam, I know. I'm from Kerala. Adipoli. Okay, Adipoli. Okay. Yeah. Okay. Yeah. ഫുള്ള് മലയാളമൊക്കെ അറിയാം, അടിപൊളി എന്നൊക്കെ. ഗൈസ്, നമ്മളിപ്പോൾ മഡ് വോൾക്കാനോ കണ്ടിട്ട് നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് ഗോബുസ്ഥാനിലെ നാഷണൽ മ്യൂസിയത്തോട്ടാണ്. എന്താ പറയുക, 40,000 വർഷങ്ങൾ പഴക്കമുള്ള ഏൻഷ്യൻറ്റ് റോക്ക് കാർവിങ്സും ആർക്കിയോളജിക്കൽ ഫൈൻഡിങ്സും ഒക്കെ ഉള്ള വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഗോബുസ്ഥാൻ നാഷണൽ മ്യൂസിയം. അപ്പോൾ അങ്ങോട്ടാണ് നമ്മൾ പോകാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും അത് അടുത്ത വ്ളോഗിലായിരിക്കും വരാൻ പോകുന്നത്. എല്ലാ വ്ളോഗ് ഇഷ്ടപ്പെട്ടവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വ്ളോഗിൽ കാണാം. ബൈ.